സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗം. കോട്ടയം തലയോലപ്പറമ്പിൽ സ്വകാര്യ ബസ് കീഴ്മേൽ മറിഞ്ഞു. അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. അപകട കാരണം ബസിന്റെ അമിതവേഗം. അർജുനായി ദൗത്യസംഘത്തിന്റെ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു. സിഗ്നൽ ലഭിച്ച മൺകൂനയ്ക്കരികിൽ ഈശ്വർ മാൽപ്പയും മത്സ്യത്തൊഴിലാളികളും പരിശോധന നടത്തി. അതേസമയം നദിയിലെ അടിയൊഴുക്ക് തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അർജുനെ കണ്ടെത്താൻ കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പത്തും ഉള്ളവരാണിവർ. പാൻറ്റോൺ രാത്രിയോടെ എത്തിക്കും. അർജുന്റെ ബന്ധുക്കളെ തടയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഷിരൂരിലെ ദൗത്യ പുരോഗതി വിലയിരുത്താൻ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ ഷിരൂരിൽ ക്യാമ്പ് ചെയ്യും. എത്ര പ്രതിസന്ധിയുണ്ടായാലും ദൗത്യം ഉപേക്ഷിക്കില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ കേസെടുത്തു പോലീസ്. അർജുന്റെ അമ്മയുടെ വാർത്താസമ്മേളനത്തിലെ ഭാഗം എഡിറ്റ് ചെയ്ത് വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. തിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലപ്രദമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഓരോ ദിവസവും മുന്നൊരുക്കങ്ങളോടെയാണ് തിരച്ചിൽ നടത്തുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ടിംഗിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി. VD സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പാർട്ടി യോഗങ്ങളിലെ തീരുമാനങ്ങൾ പുറത്തു പറഞ്ഞ് വഷളാക്കരുതെന്ന് ചെന്നിത്തല. തിരുത്തേണ്ടത് തിരുത്തുമെന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുമെന്നും സതീശന്റെ മറുപടി. ആരാധനാലയങ്ങളിലെ വിശ്വാസവിരുദ്ധ പാർട്ടികൾ കടന്നുകയറുന്നുവെന്ന സംഘപരിവാർ പ്രചാരണം ഏറ്റെടുക്കുന്ന സർക്കുലറുമായി KPCC. നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ. മമതാ ബാനർജി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ തമിഴ്നാട്ടിൽ DMKയുടെ പ്രതിഷേധം. KSFEയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനം. ആശ്വാസ് 2024 പദ്ധതി ഓഗസ്റ്റ് 1 മുതൽ വ്യവസായ പാർക്കുകളുടെ പാട്ട വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ തീരുമാനം. പാട്ട കാലാവധി 90 വർഷമാക്കുമെന്ന് മന്ത്രി P രാജീവ്. സംസ്ഥാനത്ത് ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനെന്ന് സർക്കാർ. പൂർണ്ണ പിന്തുണയെന്ന പ്രതിപക്ഷം. സാംസ്കാരിക തെരുവിടമായ മാനവീയം വീഥിയെ അവഹേളിച്ച് K മുരളീധരൻ. രാത്രിയിൽ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനമാണ് മാനവീയമെന്ന് K മുരളീധരൻ. മുരളി ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് മാനവീയം തെരുവിടം കൾച്ചറൽ കളക്ടീവ്. പാരീസിൽ പ്രതീക്ഷയിലേക്ക് ഉന്നം വെച്ച് ഇന്ത്യ. 10 മീറ്റർ എയർ റൈഫിൾസ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ മനു ഭാകർ ഫൈനലിൽ. പാരീസിൽ സ്വർണ്ണവേട്ട തുടങ്ങി ചൈന. ഷൂട്ടിംഗിലും ഡൈവിംഗിലും സ്വർണം. നിപയിൽ 4 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുതുതായി 7 പേരാണ് അഡ്മിറ്റായത്. 8 പേർ ചികിത്സയിൽ. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചിന്നക്കനാൽ സിംഗകണ്ഠം സ്വദേശി അമൃത സുരേഷിന്റെ വീടാണ് ആക്രമണത്തിൽ തകർന്നത്. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പത്തനംതിട്ട ഇളമണ്ണൂരിൽ വീട്ടിൽ വെച്ച പാട്ടിന് ശബ്ദം കൂടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ അയൽവാസിയെ വീട്ടിൽ കയറി വെട്ടി യുവാവ്. ആക്രമണത്തിൽ കണ്ണൻ എന്നയാൾക്ക് തലയ്ക്കും ചെവിക്കും വെട്ടേറ്റു. പത്തനംതിട്ടയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. റാന്നി കണ്ണമ്പള്ളിയിലാണ് സംഭവം. അത്തിക്കയം ആറാട്ടുമൺ സ്വദേശി ജോസ് ആണ് മരിച്ചത്. സ്കൂട്ടറിന്റെ പുറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു.
വ്യവസായ പാർക്കുകളുടെ പാട്ടവ്യവസ്ഥകളിൽ ഇളവ് നൽകുമെന്ന് മന്ത്രി പി രാജീവ്. വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ 10% അടച്ചാൽ മതിയെന്നും മന്ത്രി. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു. കോട്ടമല ശാന്തയ്ക്കാണ് കാൽമുട്ടിന് പരിക്കേറ്റത്. ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ വീടിന് പരിസരത്ത് വെച്ചായിരുന്നു ആക്രമണം. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഡോക്ടർ എസ് നസീബ്, പ്രൊഫസർ മനോജ് വി, ഡോക്ടർ എം ലെനിൻ ലാൽ എന്നിവരെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. 29-ന് നടക്കുന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിന്റെ പത്രിക പിൻവലിക്കുന്നതിന്റെ അവസാന ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയെക്കുറിച്ച് പഠിക്കാനും തെളിവെടുക്കാനുമായി KPCC നിയോഗിച്ച അന്വേഷണ സമിതി പാലക്കാടെത്തി. തൃശൂരിലെയും പാലക്കാട്ടെയും പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരള കർണാടക തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മഹാരാഷ്ട്രയിലെ മഴക്കെടുതി ആയിരങ്ങളെ ദുരിതത്തിലാക്കി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ 15 മരണം. പശ്ചിമ മഹാരാഷ്ട്രയിൽ ഓറഞ്ച് അലർട്ടും മുംബൈയിലും സമീപ പ്രദേശമായ താനെയിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. ഗോത്രമേഖലയിലെ പദ്ധതി നിർവഹണത്തിൽ അനാസ്ഥകൾ പാടില്ലെന്നും മുൻഗണന നൽകി വേഗത്തിൽ നടപ്പാക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പ് മന്ത്രി OR കേളു. ഗോത്രമേഖലയിലെ പദ്ധതികളുടെ പ്രത്യേക അവലോകന യോഗം വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂളിൽ ഈറ്റില്ലം 2K24 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. കർക്കിടക മാസത്തെ ആരോഗ്യ പരിചരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ജനങ്ങളിൽ എത്തിക്കുക ലക്ഷ്യം. പരിപാടി സംഘടിപ്പിച്ചത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി ചേർന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ മത്സരങ്ങൾക്ക് തുടക്കമായി. കോടഞ്ചേരി ചാലിപ്പുഴയിലാണ് 10ാം പതിപ്പിന് തുടക്കമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഫയൽ അദാലത്ത് വിജയകരം. കൊച്ചിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ നടന്ന മധ്യമേഖലാ ഫയൽ അദാലത്തിൽ ആകെ 1084 അപേക്ഷകൾ തീർപ്പാക്കി. ചെമ്മീൻ കയറ്റുമതി നിരോധനത്തിന് പിന്നാലെ ദുരിതത്തിലായി മത്സ്യമേഖല. ചെമ്മീന് വില കുത്തനെ ഇടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിൽ. പല കയറ്റുമതി സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ. മേഖലയിലെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ ആരംഭിച്ചു. നാടൻ ചാരായം വാറ്റിയ സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് മുതുപാറ സ്വദേശികളായ തോമസ് മാത്യു, ബാബു OA എന്നിവർക്കെതിരെയാണ് പെരുവണ്ണാമൂട് പോലീസ് കേസെടുത്തത്. മാത്യു ഒളിവിലാണ്. ആലുവ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കാരോട് ഇറങ്ങാൻ നിർദ്ദേശിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. BSNL കാഷ്വൽ കോൺട്രാക്ട് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജനറൽ മാനേജർ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി M. ഗിരീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ KAP പാലക്കാട് ജില്ലാ പൊതുസമ്മേളനം A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഖാജ ഹുസൈൻ അധ്യക്ഷനായി.
നാട്ടിക MLA CC മുകുന്ദന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസ് ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിന് കൈമാറി. 5 ഗ്രാമപഞ്ചായത്തുകളിലെ 500ഓളം കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി സാന്ത്വന പരിചരണം നടത്തുന്നതിന് ആംബുലൻസ് ഉപയോഗിക്കും. കോട്ടയം തലനാട് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. അട്ടിക്കളം ആലുപിലാവിന് സമീപമാണ് റോഡരികിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയത്. ചെന്നായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു കാട്ടുപന്നിയുടെ ശരീരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തി. തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂലൈ 30-ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജൂലൈ 29-നും 30-നും വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജൂലൈ 31-നും പ്രാദേശിക അവധിയായിരിക്കും. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്ക്. കുപ്വാരയിലെ കംകാരി മേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഭീകരാക്രമണ സാധ്യതയുള്ളതിനാൽ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. നവി മുംബൈയിലെ ഷഹബാസ് ഗ്രാമത്തിൽ 3 നില കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സൂചന. പോലീസും ഫയർഫോഴ്സും NDRF സംഘവും സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മുംബൈയിലെ ആദ്യകാല മലയാളി സമാജം പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ നിർധനരായ യുവതി യുവാക്കൾക്കായി കേരളീയ സമാജം സമൂഹ വിവാഹം ഒരുക്കുന്നു. അർഹരായവരെ കണ്ടെത്തിയാണ് വിവാഹ ജീവിതം സാധ്യമാക്കി കൊടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനത്തിനൊരുങ്ങുന്നു. ഓഗസ്റ്റ് 23-ന് അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ സന്ദർശനമാണിത്. തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുള്ള 22 ശത്രുക്കളുടെ പേരുകൾ ശരീരത്തിൽ പച്ചകുത്തിയയാൾ സ്പായിൽ കൊല്ലപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുരു വാഗ്മരെയാണ് സെൻട്രൽ മുംബൈയിലെ സോഫ്റ്റ് ടച്ച് സ്പായിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിൽ സംശയാസ്പദമായ 7 വ്യക്തികളെ പ്രദേശത്ത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജമ്മുവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതലിന്റെ ഭാഗമായി ജമ്മുവിലെ സൈനിക സ്കൂളുകൾക്ക് ശനിയാഴ്ച വരെ അവധി. ജമ്മുവിലെ നിയന്ത്രണ രേഖയിൽ നടത്തിയ ഓപ്പറേഷനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്ത സുരക്ഷാ സേന. ഒരു പിസ്റ്റളും 37 വെടിയുണ്ടകളുമാണ് കണ്ടെടുത്തത്. സംഭവത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി. കാവഡ് യാത്ര വഴിയിലെ പള്ളി കർട്ടനിട്ട് മറച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. ഹരിദ്വാറിലെ ഭരണകൂടമാണ് പള്ളി കർട്ടനുകൾ ഉപയോഗിച്ച് മറച്ചത്. തീരുമാനം വിവാദമായതോടെ കർട്ടനുകൾ മാറ്റാൻ നിർദ്ദേശം നൽകി ഭരണകൂടം. ഗാസയിൽ നടത്തുന്ന ക്രൂരതകളിൽ മൗനമായിരിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ്. താൻ പ്രസിഡന്റായാൽ ഇസ്രയേലിനോടുള്ള സമീപനം ബൈഡൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന സൂചന നൽകി കമലാ ഹാരിസ്. ബോംബ് ഭീഷണിയെ തുടർന്ന് ഫ്രാങ്കോ സ്വിസ് വിമാനത്താവളം താൽക്കാലികമായി ഒഴിപ്പിച്ചു. ഫ്രഞ്ച് അതിവേഗ റെയിൽ ശൃംഖലയിൽ തീവെയ്പ് അടക്കമുള്ള ആക്രമണങ്ങൾ അരങ്ങേറിയതിന് തൊട്ടു പിന്നാലെയാണിത്. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ പുതിയ ദീർഘകാല വിസ പദ്ധതി ആരംഭിച്ച ഇന്തോനേഷ്യ. നിക്ഷേപകർക്ക് 10 വർഷം വരെ കാലാവധിയുള്ള വിസ അനുവദിക്കുന്ന പദ്ധതിയാണിത്. $5 മില്യൺ മൂല്യമുള്ള കമ്പനിയാണ് 10 വർഷത്തെ വിസ ലഭിക്കാൻ ആവശ്യം. ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ 18 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ പൈലറ്റ് ക്യാപ്റ്റൻ മനീഷ് രത്ന സഖ്യ രക്ഷപ്പെട്ടത് കോക്പിറ്റ് വേർപെട്ട് തെറിച്ചുപോയതിനാലെന്ന് റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ സഖ്യയെ പരിക്കുകളോടെ കണ്ടെത്തിയത് കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന്.
അമേരിക്കയിൽ $1 മില്യൺ ലോട്ടറി ടിക്കറ്റ് മോഷ്ടിച്ചതിന് ഇന്ത്യൻ വംശജൻ അറസ്റ്റിൽ. ടെന്നസി സംസ്ഥാനത്തെ മർഫ്രീസ്ബോറോയിലെ പെട്രോൾ ബങ്കിലാണ് ലോട്ടറി ടിക്കറ്റ് മോഷണം നടന്നത്. അറസ്റ്റിലായ ഇന്ത്യൻ വംശജനായ മീർ പട്ടേൽ കസ്റ്റഡിയിലാണ്. മയക്കുമരുന്ന് കടത്തിന് പിടിക്കപ്പെട്ട ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ മക്കയിൽ നടപ്പാക്കി. ഔഷധ ഗുളികകളെന്ന വ്യാജേന ആംഫെറ്റാമിൻ ഗുളികകൾ വിദേശത്തു നിന്നെത്തിച്ച് രാജ്യത്ത് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മിസ്ബാഹ് അൽ സൗദി എന്നയാളുടെ ശിക്ഷയാണ് നടപ്പാക്കിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും ബുച്ച് ഫിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഓഗസ്റ്റ് ആദ്യവാരത്തോടെ ഇക്കാര്യത്തിൽ നാസ അന്തിമ തീരുമാനം അറിയിക്കുമെന്നാണ് വിവരം. ദുബായ് നഗരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഫുഡ് ഡെലിവറിക്ക് റോബോട്ടുകളെ നിയോഗിക്കുന്നു. സുസ്ഥിര വികസന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മേഖലകളിലേക്കാണ് ഭക്ഷണം എത്തിക്കാൻ റോബോട്ടുകൾ എത്തുക. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ 3 റോബോട്ടുകൾ പ്രവർത്തനം തുടങ്ങും. പാപ്പുവ ന്യൂ ഗിനി ആക്രമി സംഘം 26 പേരെ കൂട്ടക്കൊല ചെയ്തതായി റിപ്പോർട്ട്. പാപ്പുവ ന്യൂ ഗിനിയയിലെ 3 ഗ്രാമങ്ങളിലാണ് അക്രമി സംഘത്തിന്റെ ക്രൂരതയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. 30 പേരടങ്ങുന്ന യുവാക്കളുടെ സംഘമാണ് കൊല നടത്തിയത്. ഒമാനിൽ പ്രവാസികൾ നടത്തുന്ന അനധികൃത ഫാക്ടറിയിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കസ്റ്റംസ് ജനറൽ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് വൻതോതിലുള്ള ച്യൂയിംഗം രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. മിഡിൽ ഈസ്റ്റിലെ ലക്ഷറി വീട്ടുപകരണ ഉൽപ്പന്നങ്ങളുടെ പ്രമുഖ ബ്രാൻഡായ മിലാനോ ബൈ ഡാന്യൂബിന് പുതിയ സാരഥി. സഹിൽ സാജനാണ് മിലാനോ ബൈ ഡാന്യൂബിന്റെ പുതിയ ഡയറക്ടർ. ദുബായിൽ നടന്ന ചടങ്ങിൽ സഹിൽ ചുമതല ഏറ്റെടുത്തു. ദുബായ് കറാമ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക പ്രൊമോഷൻ പദ്ധതികൾ ആരംഭിച്ചു. 50% വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതാണ് പ്രൊമോഷനെന്ന് ലുലു അധികൃതർ. അബുദാബി കേരള സോഷ്യൽ സെന്റർ വനിതകളുടെ വാർഷിക ജനറൽ ബോഡി 2024-25 പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഗീത ജയചന്ദ്രനെ കൺവീനറായും രജിത വിനോദ്, പ്രിയങ്ക സൂസൻ മാത്യു, നാസിയ ഗഫൂർ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു. UAE പൗരത്വം നൽകി ആദരിച്ച പ്രവാസി മലയാളി കാസിം പിള്ള അന്തരിച്ചു. 81 വയസ്സായിരുന്നു. 56 വർഷം ദുബായ് കസ്റ്റംസിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥനാണ് കാസിം പിള്ള. 1963 കാസിം പിള്ള ദുബായിലെത്തിയത്. ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയിലേക്ക് ജോർഡൻ വഴി ദുരിതാശ്വാസ സഹായം എത്തിച്ച് ഖത്തർ. മരുന്നുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുമായാണ് ഗാസയിലേക്ക് ട്രക്കുകൾ അയച്ചത്. സൗദിയിൽ ട്രെയിൻ ഉപയോഗിച്ച് യാത്ര ചെയ്തത് 93 ലക്ഷം യാത്രക്കാർ. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായത് 13% വർധന. ഈ വർഷം 2ാം പാദത്തിലെ കണക്കാണിത്. കണക്കുകൾ പുറത്തുവിട്ട് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി. ഹിവ പോർട്ടൽ വഴി പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൗജന്യമായി ലഭിക്കും. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ലഭ്യമാവുക ഹിവ പോർട്ടലിലെ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ നിന്ന്. സൗദിയിലെ ഫ്ലൈനാസ് എയർലൈൻ റെക്കോർഡ് എണ്ണം വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. സൗദിയിലെ ബജറ്റ് എയർലൈനാണ് ഫ്ലൈനാസ്. കേരളത്തിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ഫ്ലൈനാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറാണ്. ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അറ്റ്ലൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കറിന്റെ ടൈറ്റിൽ ട്രാക്ക് ജൂലൈ 28-ന്.
ഫോർച്യൂൺ 4 സിനിമാസിന്റെ ബാനറിൽ സായി സൗജന്യയും ചേർന്നാണ് നിർമ്മിക്കുന്ന ഈ ചിത്രം ശ്രീ ശങ്കര സ്റ്റുഡിയോസ് ആണ് അവതരിപ്പിക്കുന്നത്. യോഗി ബാബു നായകനായി എത്തുന്ന ചിമ്പുദേവൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം ബോട്ടിന്റെ ട്രെയിലർ പുറത്ത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. തൈജു കുറുപ്പിനെ നായകനാക്കി നവാഗതനായ കൃഷ്ണദാസ് മുരളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സായികുമാർ, കലാരഞ്ജിനി, മണികണ്ഠൻ പട്ടാമ്പി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴിയിലെ ആദ്യ ഗാനം പുറത്ത്. ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് സരിഗമയാണ്. ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച പാരഡൈസ് OTT-യിൽ ജൂൺ 28-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം മനോരമ മാക്സിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക. വിജയ് ആന്റണി നായകൻ, മഴയെ പിടിക്കാതെ മനിതൻ തിയേറ്ററുകളിലേക്ക്. കന്നഡ സിനിമയിലെ 2 ശ്രദ്ധേയ താരങ്ങളുടെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയെ അധിക്ഷേപിച്ച് കെ മുരളീധരൻ. രാത്രിയിൽ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനമാണ് മാനവീയം വീഥിയിലുള്ളതെന്നായിരുന്നു മുരളീധരന്റെ പരാമർശം. സംഭവം സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും മുരളീധരൻ പരാമർശം പിൻവലിക്കണമെന്നും മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സംസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ മാനവീയം വീഥി. ദിനംപ്രതി പ്രായഭേദമന്യേ നൂറുകണക്കിനാളുകളാണ് മാനവീയം വീഥിയിൽ വന്നുപോകുന്നത്. സാംസ്കാരിക രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന മാനവീയം വീഥിയെയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കോൺഗ്രസ് പരിപാടിയിൽ കെ മുരളീധരൻ അധിക്ഷേപിച്ചത്. പിന്നെ സർക്കാർ ചില കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാനവീയ വീഥിയിൽ മറ്റു ചില സൗകര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇൻഡോർ ഷൂട്ടിംഗ് നടക്കുന്നത് പലതും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്നല്ലാതെ നാട്ടുകാർക്ക് വേണ്ട കുടിവെള്ളമോ സഞ്ചാരമോ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ തലസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ ഈ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ അല്ല ആവശ്യം, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫിക്കേഷനാണ് ആവശ്യം. മുരളീധരന്റെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വെറുപ്പും വിദ്വേഷവും സ്ഥാപനവൽക്കരിച്ച് പൊതുയിടങ്ങളെ ശിഥിലീകരിക്കുന്നതിനുള്ള വലതുപക്ഷ അജണ്ടയുടെ അവസാനത്തെ ഉദാഹരണമാണ് മുരളീധരന്റെ പരാമർശം. പ്രസ്താവന പിൻവലിച്ച മുരളീധരൻ മാപ്പ് പറയണമെന്നും സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് സംഘാടകർ അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.